ഒന്നും തന്നെ വിലപ്പോയില്ല. അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ തൻ്റെ 18ാമത്തെ അടവെടുത്തിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തൽ. ഈ ഭീഷണിപ്പെടുത്തൽ കൂടെ കഴിഞ്ഞാൽ പിന്നെ കരഞ്ഞ് നിലവിളിച്ച് കാലിൽ വീഴുക എന്നുള്ളതേ ട്രംപിന് നിർവാഹമുള്ളൂ. ഇപ്പോഴിതാ പുതിയൊരു മുന്നറിയിപ്പ് ട്രംപിൻ്റെ വന്നിരിക്കുകയാണ്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ശിക്ഷകൾ നേരിടേണ്ടി വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ലൂക്കോയിൽ, റോസ്നെഫ്റ്റ് തുടങ്ങിയ റഷ്യൻ എണ്ണ കമ്പനികൾക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപിൻ്റെ പുതിയ മുന്നറിയിപ്പ് റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്ന സകല രാജ്യങ്ങളെയും കുഴപ്പത്തിലാക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ഞായറാഴ്ച ഡൊണാൾഡ് ട്രംപ് ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും റഷ്യയുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് പുതിയ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇറാനെ ഉടനെ തന്നെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചന നൽകി. പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സംസാരിച്ച ട്രംപ് മോസ്കോയുമായി സാമ്പത്തിക ബന്ധം നിലനിർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന നിയമനിർമ്മാണത്തിൽ റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യയുമായി വ്യാപാരം നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള US ബില്ല് കൊണ്ടുവരാനുള്ള നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. US പരിഗണനയിലുള്ള ബില്ല് ദ്വിതീയ ഉപരോധങ്ങളിൽ വലിയ വർധനവിന് കാരണമായേക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് എതിരാളികളെ മാത്രമല്ല, നിരോധിത സ്ഥാപനങ്ങളുമായി ബിസിനസ് ബന്ധമുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും എന്ന് പറയാൻ സാധിക്കുന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, ഇത് നിങ്ങൾക്കറിയാമോ, ഇത് നിർദ്ദേശിച്ചത് ഞാനാണ്. അതിനാൽ റഷ്യയുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യത്തിനും വളരെ കർശനമായിട്ടുള്ള ഉപരോധങ്ങൾ കൊണ്ടുവന്ന ആ രാജ്യത്തെ ഞങ്ങൾ തകർക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ഇത് ഇന്ത്യയെ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പല ആൾക്കാരും ഉയർത്തുന്നത്. ഇന്ത്യ അത് ബാധിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതായത് ഇന്ത്യയാണ് പ്രധാനമായും റഷ്യയെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാണ് ട്രംപ് എപ്പോഴും വലിയ പ്രശ്നമുണ്ടാക്കുന്നത്. ഇതും ഇന്ത്യയെ ഉദ്ദേശിച്ച് തന്നെയാണ് ട്രംപ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ചൈനയെയും ട്രംപ് നോട്ടമിട്ടിട്ടുണ്ട് എന്നും നമ്മൾ ഓർക്കണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.